യെസ്. ഹലോ. നമ്മൾ ഇത്തവണ SSC GDക്ക് എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു കൺസെപ്റ്റ് പഠിക്കാൻ പോവുകയാണ്. നമ്മൾ 2 ക്വസ്റ്റ്യൻസും ചെയ്യും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് നിങ്ങളാണ്. എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവറേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വരാൻ പോകുന്ന വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച വൈകിട്ട് ലൈവിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവിൽ പങ്കെടുക്കാൻ നിങ്ങൾ മറക്കരുത്. ആ ലൈവ് ദിശ ആർമി എക്സാംസ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ആ ആർമി എക്സാംസ് ചാനലിൽ ലൈവ് ഉണ്ടാവും. ആരും മറന്നു പോകാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഷുവറായിട്ടും എക്സാമിന് ചോദിക്കുന്ന ആവറേജിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എന്നാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏജ് ഓഫ് 7 men in a cricket team are 26, 25, 21, 29, 24, 28 ആൻഡ് 22. അങ്ങനെയാണെങ്കിൽ അവർ ആവറേജ് ഏജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. 5 ആൾക്കാരെ ഹൈറ്റ് തന്നിട്ടുണ്ട്. 144, 152, 151, 158, 155 റെസ്പെക്റ്റീവ്ലി. അങ്ങനെയാണെങ്കിൽ ഒരു മീൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഹൈറ്റ് തന്നെയാണ്. അപ്പോൾ ആവറേജ് ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. ആവറേജ് ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, ആവറേജ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. ഈ സം എന്ന് പറഞ്ഞാൽ എന്താ? സം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മൊത്തത്തിലുള്ള വാല്യൂ കൂട്ടുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 144 പ്ലസ് എക്സെട്ര എവിടം വരെ കൂട്ടണം? 155 വരെ കൂട്ടണം. ഇത്രയും കൂട്ടാൻ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കേ. അതിനുശേഷം നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരുണ്ട്? 5 ആൾക്കാരുണ്ട്. എണ്ണി നോക്കിയാൽ 1, 2, 3, 4, 5 ആൾക്കാരുണ്ട്. ഇത് ചെയ്താലേ നിങ്ങൾക്ക് മീൻ അല്ലെങ്കിൽ ആവറേജ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ആവറേജ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈവിൽ അറ്റൻഡ് ചെയ്യുക. ഇവിടെ അത് പറയാനുള്ള സമയമില്ല. എങ്ങനെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ടോട്ടലി 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷെ അവിടെ അത്രയും ബുദ്ധിമുട്ടാണ് നമുക്കത് ചെയ്യാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഈ നമ്പർ ഉണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ ഉത്തരമാണെന്ന് ഊഹിക്കുക. ശ്രദ്ധിച്ചോണേ, ഇതാ ഞാൻ 152 ആണ് ഉത്തരം എന്ന് ഊഹിക്കുന്നു. വെറുതെ ഞാൻ ഊഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ ഏതൊക്കെ നമ്പേഴ്സ് അവിടെ ഉണ്ട്? അവിടെ 144 ഉണ്ട്, അവിടെ 152 ഉണ്ട്, അവിടെ 151 ഉണ്ട്, അവിടെ 158 ഉണ്ട്, അവിടെ 155 ഉണ്ട്. ഇത്രയും എണ്ണത്തിൽ ഞാൻ അങ്ങ് തീരുമാനിച്ചു ഇതാണ് എൻ്റെ ഉത്തരം. പക്ഷേ ഈ ഉത്തരം ശരിയാവണം നിർബന്ധമുണ്ടോ? ഇല്ല, ഞാൻ വെറുതെ ഊഹിച്ചാ. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഊഹിക്കാം. ഇനി അത് ശരിയാവണോ അല്ലയോ നമുക്ക് നോക്കണമെങ്കിൽ നമുക്ക് ഡീവിയേഷൻ 0 ആവണം. ശ്രദ്ധിക്കണേ, ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങളെ ഉത്തരം ഇതാണ്. നോക്കിയോ, ഈ ഊഹിച്ച ഉത്തരത്തിനെക്കാട്ടും ഇത് എത്ര കുറവാണ്? നോക്കിയേ, ഇതിനെക്കാട്ടും ഇത് എത്ര കുറവാ? 6 അല്ല 8 കുറവല്ലേ? ഒരു 8ന്റെ കുറവുണ്ട്. ഇതും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? വ്യത്യാസമൊന്നുമില്ല, 0 ആണ്. ഇതും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 1 കുറവാണ്. ഇതും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 6 കൂടുതലാണ് നമ്മളെ ഈ ഒരു വാല്യൂ. ഇതും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 3 കൂടുതലാണ് ഈ ഒരു വാല്യൂ. ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂസ് ഇല്ലേ, ഇതാണ് ഡീവിയേഷൻ. ഡീവിയേഷൻ 0 ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ആവറേജ് ശരിയാന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ കൂട്ടി നോക്കാം നമുക്ക്. എല്ലാ ഡീവിയേഷനും കൂടെ എല്ലാം കൂടെ കൂട്ടിയാൽ നിങ്ങൾ ഇത് മൊത്തം കൂടെ കൂട്ടിക്കേ. 8 -8 -1 -9 -9 -6 എത്രയാ? -9 ഉം 6 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് -3 കിട്ടും. -3 3 എത്ര കിട്ടി? 0 കിട്ടി. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം നമ്മൾ ഊഹിച്ച ആൻസർ ശരിയാണ്. ആൻസർ 152 തന്നെയാണ്. പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും ഊഹിക്കുമ്പോൾ ശരി ഉത്തരം കിട്ടണമെന്നുണ്ടോ? യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഊഹിച്ചത് 152 അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യാ? ശരി ഉത്തരം ഊഹിച്ചാലല്ലേ ഇങ്ങനെ കിട്ടുള്ളൂ. ശരി ഉത്തരം അല്ല ഊഹിക്കുന്നുണ്ടെങ്കിലോ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമുക്ക് വേറൊരു നമ്പർ, നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിൽ ഉദാഹരണമായിട്ട് എടുക്കാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് 150 എടുക്കാം. 150 ഉണ്ടോ ഇതിൽ? ഇല്ല, 150 ഇല്ല. അപ്പൊ ഇതിലുള്ളത് തന്നെ വേണമെന്നൊന്നുമില്ലടാ. നമുക്ക് ഏതും എടുക്കാം. ഞാൻ എന്തായാലും 150 ഏതെടുക്കണം? 151 എടുത്തോട്ടെ. ഓക്കെ, 151 ആണ് ഉത്തരം എന്ന് വിചാരിച്ചു. നമുക്ക് നോക്കാം. 144 ആദ്യമുള്ള ആള്, രണ്ടാമതുള്ളത് 152 ആണ്, മൂന്നാമതുള്ളത് 151 ആണ്, നാലാമതുള്ളത് 158 ആണ്, അവസാനമുള്ളത് 155 ആണ്. ഇനി ഇവരിൽ ആരാണ് ഡീവിയേഷൻ ഉണ്ടാവുമല്ലോ. ഡീവിയേഷൻ എത്രയാ നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. ആദ്യത്തെ ആൾ എത്ര കുറവാ? ആദ്യത്തെ ആള് 7 കുറവാണ്. രണ്ടാമത്തെ ആൾ എത്ര കൂടുതലാ? രണ്ടാമത്തെ ആൾ 1 കൂടുതലാണ്. മൂന്നാമത്തെ ആള് കൂടുതലും ഇല്ല കുറവുമില്ല. നാലാമത്തെ ആള് 7 കൂടുതലാണ്. അഞ്ചാമത്തെ ആള് 4 കൂടുതലാണ്. ഓക്കെ, ഇപ്പൊ ഡീവിയേഷൻ എത്രയാ? -7 + 1 -6, -6 7 +1 +1 5 +1 4 +5. അപ്പൊ 5 ആണ് ടോട്ടൽ ഡീവിയേഷൻ. ശ്രദ്ധിച്ചോണേ, ഇവിടെ 0 വന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഊഹം തെറ്റാണ്. എന്റെ ഊഹം തെറ്റി. അപ്പൊ ഇത് ഉത്തരമല്ല. ഓക്കെ, ഇനി ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ ശ്രദ്ധിച്ചോണം. 151 ആണ് ഉത്തരം എന്നാണ് ഞാൻ ഊഹിച്ചത്. ആ ഊഹം തെറ്റാണ്. ഇവിടെ ഒരു +5ന്റെ വ്യത്യാസമുണ്ട്. ഡീവിയേഷൻ +5 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു 5 ആഡ് ചെയ്യണം. 5 ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ എത്ര ആൾക്കാരുടെ ഡീവിയേഷൻ? 5. എത്ര ആൾക്കാരെ കൂട്ടി? 1 2 3 4 5 ആൾക്കാരുടെ ഡീവിയേഷൻ ആണ് 5.
അങ്ങനെയാണെങ്കിൽ ഒരാളുടെ ഡീവിയേഷൻ എത്രയായിരിക്കും? 5/5. നോക്കണേ, 5 ആൾക്കാരുടെ ഡീവിയേഷൻ 5, അപ്പോൾ ഒരാളുടെ ഡീവിയേഷൻ 5/5 ആയിരിക്കും. 5 ആൾക്കാരുടെ ഡീവിയേഷൻ 10 ആണെന്ന് വിചാരിച്ചോ, അപ്പോൾ ഒരാളുടെ ഡീവിയേഷൻ എത്രയാ? 10/5 ആയിരിക്കും. ടോട്ടൽ 10 ആണ്. അതിൽ ഒരാളത് കണ്ടുപിടിക്കാൻ ടോട്ടൽ ആൾക്കാരെ എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 5 ആണ് ഡീവിയേഷൻ, അത് 5 ആൾക്കാരുടെ ഡീവിയേഷൻ ആണ്, 5/5 എന്ന് കിട്ടും. ഈക്വൽ ടു 151 + 1 ഈക്വൽ ടു 152. നമുക്ക് നേരത്തെ 152 കിട്ടിയില്ലേ? നേരത്തെ കിട്ടിയ അതേ ആൻസർ ഇവിടെ കിട്ടും. 151 തെറ്റാന്ന് കിട്ടും, ഡീവിയേഷൻ +5 ആണെന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഒരാൾക്ക് 5 ആൾക്കാരുടെ ഡീവിയേഷൻ +5 ആണ്, ഒരാളുടെ ഡീവിയേഷൻ +1 ആണെന്ന് കിട്ടും. അപ്പൊ 152 എന്നുള്ള ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അതേപോലെ തന്നെ ഒന്ന് ചെയ്താൽ ശ്രമിച്ചു നോക്കുക. എന്നിട്ട് ആൻസർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും. പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ദിശ ആർമി എക്സാം ചാനലിൽ നടക്കാൻ പോകുന്ന ലൈവിൽ പങ്കെടുക്കുക. ആ ലൈവിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ മെത്തേഡ്സ് പറഞ്ഞു തരാം. ഈ മെത്തേഡ്സ് ഒക്കെ പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. ഷുവർ ആയിട്ട് നിങ്ങൾക്ക് 10 സെക്കൻഡിൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു തരുന്നതിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് ലൈവ് അറ്റൻഡ് ചെയ്യുക. ലൈവ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.